പിറ കണ്ടാൽ ഇന്ന് പുണ്യ റജബ് നമ്മിലേക്ക് കടന്നു വരികയായി അല്ലേ? അള്ളാഹുവിൻ്റെ മാസം. ഈ രാവ് കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ, പടച്ചോൻ്റെ നോട്ടം കിട്ടാൻ, അതിലൂടെ സമാധാനമുള്ള, സാമ്പത്തിക അഭിവൃദ്ധിയുള്ള, സന്തോഷം നിറഞ്ഞ അടിപൊളി ലൈഫ് ലഭിക്കാൻ എന്താണ് ഉസ്താദെ ഞാൻ ചൊല്ലേണ്ടത്? ഇതിനുത്തരം എവിടെ ഉണ്ട്? ഈ മാസത്തെ നോമ്പും കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ മാസത്തിൻ്റെ പവിത്രതകൾ എന്തൊക്കെയാണ്, കൃത്യമായി ഒറ്റ വീഡിയോയിലൂടെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പഠിക്കാം വളരെ കുറഞ്ഞ സമയത്ത്. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി ആയിരിക്കണം കേട്ടോ. പുണ്യ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. റമദാനിന് അടിപൊളിയായി നമുക്ക് റമദാനിനെ സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ റജബും ശഅബാനും അനുകൂലമാകണം. അപ്പോൾ റജബ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ കിടന്നുറങ്ങിയിട്ട് റജബിനെ മൈൻഡ് ചെയ്യാതെ, ശഅബാനിനെ മൈൻഡ് ചെയ്യാതെ പെട്ടെന്നൊരു ദിവസം റമദാനിലേക്ക് അങ്ങ് സടകുടഞ്ഞ് എഴുന്നേറ്റാലൊന്നും റമദാനിൻ്റെ പുണ്യം നമുക്ക് കിട്ടൂല. അപ്പോൾ റജബിൽ പണിയെടുക്കണം, ശഅബാനിൽ പണിയെടുക്കണം. റമദാൻ എങ്കിൽ നമുക്ക് അടിപൊളിയാക്കി അല്ലാഹു റബ്ബുൽ ആലമീൻ മുമ്പിൽ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഈ റജബ് കടന്നു വരുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ബഹുമാനിച്ച രാവാണ് റജബിൻ്റെ ആദ്യത്തെ രാവ്. അപ്പോൾ ഇന്ന് പിറ കണ്ടാൽ ഇന്ന് ആദ്യത്തെ രാവാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാവ് കിട്ടുമ്പോൾ അള്ളാഹിനോടെല്ലാം ചോദിക്കണം. നമുക്ക് വേണ്ടതൊക്കെ റബ്ബ് തരും. മാത്രമല്ല ഈ റജബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അല്ല ബഹുമാനിച്ച മാസങ്ങളിൽ പെട്ടതാണ്. അല്ല ബഹുമാനിച്ച മാസമാണ്. ഈ അല്ല ബഹുമാനിച്ച മാസങ്ങളുടെയും സമയങ്ങളുടെയും പ്രത്യേകത എന്താണെന്നറിയോ? അതിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി പ്രതിഫലമായിരിക്കും. ഇന്ന് ഈ സ്വബാഉൽ ഖൈർ നമ്മൾ ഇരിക്കുന്നത് ജുമാഅത്തുൽ ആഖിറിലാണെങ്കിൽ നാളെ നമ്മൾ പിറ കണ്ടാൽ റജബിലായിരിക്കും സ്വബാഉൽ ഖൈറിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ സ്വബാഉൽ ഖൈറിൻ്റെ ഇരട്ടി പ്രതിഫലമായിരിക്കും നാളെ കിട്ടുക. കാരണം അത് അല്ലാഹ് ബഹുമാനിച്ച മാസമാണ്. അതുകൊണ്ട് ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലങ്ങൾ അല്ലാഹു തആല തരും. അതുമാത്രമല്ല, അല്ലാഹു ബഹുമാനിച്ചതിനെ നമ്മൾ അനാദരിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. നമ്മുടെ ഈമാൻ വരെ നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാമല്ലോ, ദാലിക വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു റബ്ബുൽ ആലമീനോട് തഖ്വയുള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ മുത്തക്കിയാണോ, അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കും. അല്ലാഹ് ബഹുമാനിച്ച റജബിനോട് നിങ്ങൾക്കൊരാദരവും തോന്നുന്നില്ലേ? പേടിക്കണം. കാരണം നമ്മുടെ മനസ്സിൽ തഖ്വ നഷ്ടപ്പെട്ടിട്ടുണ്ട്. റജബിനെ പരിഗണിക്കാൻ പറ്റുന്നില്ലേ? റജബിനെ മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മുടെ മനസ്സിൽ തഖ്വയില്ല. നമ്മൾ ഈമാനുള്ളവരല്ല. നമ്മൾ മുനാഫിഖിൻ്റെ ലിസ്റ്റിൽ പെട്ടുപോകുമോ എന്ന് ഭയപ്പെടണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, റജബുൻ ഷഹറുല്ലാഹ് വ ശഅബാനു ഷഹരി വ റമളാനു ഷഹറു ഉമ്മത്തി. റജബ് അള്ളാൻ്റെ മാസമാണ്, ശഅബാൻ എൻ്റെ മാസമാണ്, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. അപ്പം റജബ് അള്ളാൻ്റെ മാസം. അള്ളാഹുവുമായി എത്രമേൽ ചേർത്ത് പറയപ്പെടുന്നൊരു സംഗതിക്ക് എത്ര വലിയ മഹത്വമായിരിക്കും. അതുമാത്രമല്ല, ഈ റജബിലാണ് എൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളാൽ അവഗണിക്കപ്പെട്ട് ഒറ്റയ്ക്ക് നിന്നപ്പോൾ പടച്ചോൻ വിളിക്കുന്നത്, അങ്ങ് തനിച്ചല്ല നബിയെ, ഞാനുണ്ട് അങ്ങേക്ക്. ഇതൊരു ബോധ്യമായി മേറാജിൻ്റെ രാത്രി, അതെ, അവിടുത്തെ 7 വാനങ്ങൾക്കപ്പുറം ജിബ്രീലിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ബഹറുന്നൂറും കടന്ന് നാഥനായ റബ്ബിൻ്റെ മുമ്പിൽ ആ തിരുമുൽ കാഴ്ചയുടെ സമർപ്പണം പടച്ചോനെ നേരിട്ട് കണ്ടു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ റജബ് മാസത്തിലാണ്. നമുക്കും അങ്ങനെ ഒരു അവസരം ഉണ്ട് കേട്ടോ. അള്ളാഹിനെ നേരിട്ട് കാണാം, അള്ളാഹിനോട് സംസാരിക്കാം. എപ്പോൾ? നിസ്കാരത്തിൽ. എന്നിട്ട് നമുക്ക് ആ സുഖം ഇതുവരെ കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടാനുള്ള വഴിയാണ് ഞായറാഴ്ച ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആസ്വദിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മുത്തുനബിയുടെ സങ്കടം തീർത്തു കൊടുത്ത മാസമാണ് റജബ്. അതുകൊണ്ട് നമ്മുടെ സങ്കടവും അള്ളാഹു തീർത്തു തരും ഈ മാസത്തെ വേണ്ടതുപോലെ പരിഗണിച്ചാൽ. മാത്രമല്ല, ഇത് നിസ്കാരത്തിൻ്റെ ആനിവേഴ്സറിയാണ് ഈ മാസം, ഇല്ലേ? അതുകൊണ്ട് തന്നെ കൂടുതൽ നിസ്കരിക്കണം. കഴിയുന്നത് പോലെ ളുഹാ നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, അവ്വാബി നിസ്കരിക്കണം, ഇശ്റാഖ് നിസ്കരിക്കണം, പറ്റുമെങ്കിൽ തസ്ബീഹ് നിസ്കരിക്കണം. അങ്ങനെ സുന്നത്തുകൾ അധികരിപ്പിക്കണം. ഫർള് കൃത്യമാക്കണം. എന്തായാലും സുന്നത്തുകൾ അധികരിപ്പിക്കണം.
അതുപോലെ തന്നെ മുൻപിൻ സുന്നത്തുകൾ കൃത്യമാക്കണം, റവാത്തിബ് സുന്നത്തുകൾ കൃത്യമാക്കണം. അങ്ങനെ സുന്നത്തുകളോടൊരു വല്ലാത്ത സ്നേഹം, പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരത്തിനോടൊരു വല്ലാത്ത സ്നേഹം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ റജബ് മാസത്തിലെ നോമ്പിന് ഭയങ്കര മഹത്വമുണ്ട് എന്നാണ് മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, റജബിലെ ഒരു നോമ്പ് 60 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലമുണ്ടത്രേ. വെറുതെ കിടന്ന് നോമ്പ് പിടിച്ചുകൊണ്ട് ഉറങ്ങിയിട്ട് കാര്യമില്ല. ഖൽബ് നോമ്പ് പിടിക്കണം, ചെവി നോമ്പ് പിടിക്കണം, കണ്ണ് നോമ്പ് പിടിക്കണം, വായ നോമ്പ് പിടിക്കണം, ചിന്താമണ്ഡലം നോമ്പ് പിടിക്കണം. കാരണം കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, കൽബ് കൊണ്ട്, കാതുകൊണ്ട് ഹറാമ് കേൾക്കരുത്, ഹറാമ് കാണരുത്, ഹറാമ് ചിന്തിക്കരുത്. അങ്ങനെ ഒരു നോമ്പ് നിങ്ങൾ പിടിക്കാൻ പരിശ്രമിച്ചാൽ 60 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു തരുമെന്ന് സയ്യിദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ നിങ്ങൾ റജബിലെ 15 ദിവസം നോമ്പ് പിടിച്ചാൽ, പുണ്യ റജബിലെ ഒരു 15 ദിവസം നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ കഴിഞ്ഞാൽ ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറ, നാളെ പരലോകത്തിൽ നിന്നുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ വിചാരണ എളുപ്പാക്കി കൊടുക്കും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നുള്ള ആഖിറത്തിൽ, പഠിച്ചോനെ ഈ വിചാരണയുടെ നൃത്തം പറ്റണില്ലല്ല, താങ്ങാൻ പറ്റണില്ലല്ല, ഒന്ന് രക്ഷിക്കണയല്ല. ആ വിചാരണ എളുപ്പാക്കും. റജബിലെ 15 നോമ്പ് ഈ പറഞ്ഞ ക്വാളിറ്റിയിൽ പിടിച്ചാൽ. ഇനി ഒരാൾ 30 നോമ്പ് പിടിച്ചാലോ അള്ളാൻ്റെ തൃപ്തി അവനുണ്ട്. അവൻ പിന്നെ ഒരിക്കലും അദാബിലാവൂല. ദുനിയാവിലും ആഖിറത്തിലും അദാബിൽ നിന്ന് അള്ളാഹു അനക്കാക്കും. അപ്പോൾ സഹോദരിമാർക്കൊരു സങ്കടം, ഉസ്താദേ 30 നോമ്പ് പിടിക്കണമെന്നുണ്ട്, ഞങ്ങൾക്ക് പറ്റൂലല്ലോ, മെൻസ്ട്രൽ പീരീഡിലായാൽ എന്ത് ചെയ്യും? നിങ്ങൾ ആ ആഗ്രഹത്തിൽ തന്നെ നോമ്പ് പിടിച്ചോ. മെൻസസ് തരുന്നത് അള്ളാഹു അല്ലേ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ മനഃപൂർവ്വം പിടിക്കാത്തതല്ലോ, പിടിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ. ഇപ്പോൾ ബാക്കിയുള്ളത് പിടിച്ചോ. മുഴുവൻ പിടിച്ചതിൻ്റെ പ്രതിഫലം ആര് തരും? കരുണക്കടലായ നാഥനായ റബ്ബുൽ ആലമീനായ അള്ളാഹ് തരും. അവൻ കാരുണ്യവാനാണ്. ഇനി അത്രയൊന്നും പറ്റണില്ലെങ്കിൽ റജബിലെ 3 നോമ്പ് പിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആദ്യത്തെ 10 നോമ്പ്, 2-ാം 10 നോമ്പ്, 3-ാം 10 നോമ്പ്, അങ്ങനെ 3 10 ഓരോ നോമ്പ് വെച്ച് നിങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അതെങ്കിലും പിടിക്കാൻ കഴിഞ്ഞാൽ ആ റജബിൻ്റെ പുണ്യം ആസ്വദിക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 5 രാത്രികൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളതാണെന്നാണ്. അതിൽപ്പെട്ടൊരു രാത്രിയാണ് റജബിൻ്റെ ആദ്യത്തെ രാവ് എന്ന് പറയുന്നത്. ഷാഫി ഇമാം തങ്ങൾ വെറുതെ അങ്ങനെ അങ്ങോട്ട് പറയൂ. അത്രമേൽ ഖുർആനും 1000 ഹദീസുകൾ, ലക്ഷക്കണക്കിന് ഹദീസുകളിൽ പാണ്ഡിത്യമുള്ള മഹാൻ. അവിടെ നിന്ന് ഇതൊക്കെ കണ്ട് പഠിച്ചിട്ടല്ലേ പറയുന്നത്. റജബ് 1 രാവ് പ്രാർത്ഥനക്കുത്തരമുള്ള നിമിഷങ്ങളാണ്. അതുകൊണ്ട് എന്തും ചോദിക്കാം അല്ലാഹുവിനോട്, എന്തും ചോദിക്കാന്നേ. മക്കളെ കെട്ടിക്കണ കാര്യം പറയാം, മക്കളില്ലാത്ത സങ്കടം പറയാം, ഗർഭിണിയാണ് സുഖപ്രസവം ചോദിക്കാം, വീട് ചോദിക്കാം, വീട് നിർമ്മാണത്തിലിരിക്കുന്നു പൂർത്തീകരിക്കാൻ പറയാം, കടക്കടിയിലാണ് കടം അള്ളാഹുവെ വീട്ടിൽ തരണമെന്ന് പറയാം, അതുപോലെ തന്നെ മാരക രോഗത്തിന് അടിമയാണ് രോഗം ശിഫയാക്കണമെന്ന് പറയാം, മക്കൾ നന്നാകണമെന്ന് പറയാം, എല്ലാം ചോദിക്കാം. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം ചോദിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഉദ്ഉനി അസ്തജിബു ലക്കും, എന്നെ ചോദിക്ക്. പടച്ചോനെ എനിക്ക് നിന്നെ കിട്ടണമല്ല, നിൻ്റെ തൃപ്തി വേണമല്ല, നിൻ്റെ റിള വേണമല്ല, നിൻ്റെ നോട്ടം വേണമല്ല, നിൻ്റെ സ്നേഹം വേണമല്ല. ഹബീബായ തങ്ങൾ ചോദിക്കൂലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക. മലയാളത്തിൽ ചോദിച്ചാൽ മതി, പടച്ചോനെ എനിക്ക് നിൻ്റെ സ്നേഹം വേണമല്ല, നിൻ്റെ സ്നേഹം ആസ്വദിക്കണമല്ല. മനസ്സറിഞ്ഞ് ചോദിച്ചിട്ട് എന്നിട്ട് ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം അള്ളാനെ കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്കല്ലേ. അതുകൊണ്ട് തന്നെ ആ ബോധ്യത്തിലുള്ള ദിക്റുകൾ ധാരാളം ചൊല്ലണം. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്കല്ല മതി, എനിക്കല്ലുണ്ട്, ഞാൻ തനിച്ചല്ല എന്നുള്ള ബോധ്യം. അതുപോലെ തന്നെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽപ്പെട്ടപ്പോൾ ചൊല്ലിയ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹ് നമ്മളെ ഏത് പ്രതിസന്ധിയിൽ നിന്നും കൈപിടിക്കും. അതോടൊപ്പം എത്ര വലിയ ഊരാക്കുടുക്കിൽ നിന്നും ഒരടിമയായി നിന്നുകൊണ്ട് ഉടമയുടെ മുമ്പിൽ സമർപ്പിക്കേണ്ട ഒരു ദിക്റുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. അള്ളാഹ്ക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒരടിമ ഉടമയോട് പുറത്തു തരണേ എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്കത് ഭയങ്കര സന്തോഷമാണ്. അവൻ ദുനിയാവ് തരും, മക്കളെ തരും, സമ്പത്ത് തരും, എല്ലാം തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അധികരിപ്പിക്കുക. പിന്നെ രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നവർ ഖൈറാണ്. അങ്ങനെ പറ്റുന്നില്ലേ, മഗ്രിബ് നിസ്കരിക്കുക, വീട്ടിലെ സഹോദരിമാർ കഴിയുമെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, എന്നിട്ട് ഓതാനുള്ള യാസീൻ ഓതുക, തബാറക സൂറത്ത് ഓതുക, അതുപോലെ തന്നെ വാഖിഅ സൂറത്ത് ഓതുക, റഹ്മാൻ സൂറത്ത് ഓതുക, ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലുക. കഴിയുമെങ്കിൽ ഇശാവും കൂടെ ജമാഅത്തായി, പിറ്റേന്ന് സുബഹിയും കൂടെ ജമാഅത്തായി, പുരുഷന്മാർ കൃത്യമായിട്ട് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കുക. മതി,
എന്നിട്ട് നല്ല നീയത്തിൽ കിടന്നുറങ്ങാം. വുളുവോടുകൂടെ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ തന്നെ ഈ രാത്രിയുടെ പ്രതിഫലം നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ റജബ് കടന്നു വരുന്നത് മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ, പടച്ചോനെ റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വബല്ലിഗ്നാ റമദാൻ, റമദാൻ എത്തിച്ചേരണേ അല്ലാ, റമദാനിന് മുമ്പ് റൂഹ് പിടിക്കല്ലേ അല്ലാ. അപ്പോൾ ദീർഘായുസ് കിട്ടാൻ പോലും കാരണമാണെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു നന്മ എന്താണെന്നറിയോ? ഈ വീഡിയോ കഴിയുന്ന എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഒരാളെങ്കിലും ഇത് പഠിച്ചിട്ട് അമൽ ചെയ്താൽ അതിൻ്റെ കൂലി കൂടെ ഈ രാവിലെ നമുക്ക് കിട്ടൂലേ? അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഈ റജബ് മുതൽ റമദാൻ കഴിയുന്നത് വരെ ഒരുപാട് സഹായ അഭ്യർത്ഥനകൾ വന്നിട്ടുണ്ട്. 2 കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം, പാവപ്പെട്ട കുടുംബമാണ്, നമുക്കൊരു 5 പവനെങ്കിലും കൊടുക്കണ്ടേ? ഇന്ന് 5 പവനിന് നല്ല വിലയാണ് അല്ലേ? ഒരു 1,10,000 രൂപ തന്നെ ഒരു പവൻ പണിക്കൂലി അടക്കം ആവുമെങ്കിൽ ഒരു 5 പവന് ഒരു 5.5 ലക്ഷം രൂപയോളാകും. പിന്നെ ഒരു പാവപ്പെട്ട ഒരു മുഅല്ലിം, ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മുഅല്ലിമിൻ്റെ കുടുംബം വലിയ കടക്കണിയിൽ പ്രശ്നത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടെ കാര്യം. അങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അള്ളാഹുവിനെ മാത്രം തവക്കുലാക്കി, വേറെ ഒരു തവക്കുലുമില്ല. സബാഉൽ ഖൈർ കുടുംബത്തെ തവക്കുലാക്കിയിട്ടൊന്നും ഞാൻ ഏറ്റിട്ടില്ല. അള്ളാഹുവിനെ തവക്കുലാക്കി. അള്ളാഹ് നിങ്ങൾക്ക് തോന്നിപ്പിച്ചാൽ നിങ്ങൾ നൽകും, നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നില്ലേ നിങ്ങൾ തരൂല. അത്രയേ ഉള്ളൂ. അത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുത്ത സംഗതിയാണ്. അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. റമദാൻ കഴിയുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീക്കോടുകൂടെ അത് കൊടുക്കാൻ പറ്റണം. നമുക്ക് ഒരുമിച്ച് സബാഉൽ ഖൈർ കുടുംബത്തിൻ്റെതായിട്ട് കൊടുക്കാൻ പറ്റണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ ആ വിഷയം പറയുന്നില്ല. നമുക്ക് റജബ് 1 മുതൽ അത് ആരംഭിക്കാം, പോരെ? അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പരിശുദ്ധമായ രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ദ്വാരക്കണ്ടേ? ഈ പറഞ്ഞ സംഗതികളൊക്കെ ചൊല്ലണോ? അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് രാത്രി 6:45 ഇപ്പോൾ മഗ്‌രിബ് നേരത്തെയാണ്, ഇശാ നേരത്തെയാണ്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറെങ്കിലും കിട്ടണ്ടേ? അപ്പോൾ 6:45, 6:45 നമ്മുടെ മജ്‌ലിസ്. എല്ലാവരും കൃത്യമായിട്ട് മജ്‌ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ റജബും ശഅബാനും വരുന്ന റമദാനും അനുകൂലമാകുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ സബാഉൽ ഖൈർ ആകട്ടെ, മറ്റ് വീഡിയോകളാകട്ടെ, രാത്രിയിലെ മജ്‌ലിസ് ആകട്ടെ, ഇനി മുടങ്ങാതെ എല്ലാ ദിവസവും 6:45 നമ്മുടെ സദസ്സുണ്ടാവും. എല്ലാവരും സബാഉൽ ഖൈറും അതുപോലെ തന്നെ മറ്റ് മജ്‌ലിസും ഒക്കെ ഈ റസാ വ്ളോഗ്സ് കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടാകണം. വേറെ എവിടെയും പോയി സമയം കളയരുത്. കൃത്യമായി അള്ളാഹ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കണം. നമ്മുടെ ലക്ഷ്യം അള്ളാഹ്. ആ ബോധ്യത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ആരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം? കുറേ ആളുകൾ അള്ളാഹിനെ കുറിച്ചാണെന്ന് പറഞ്ഞു, പിന്നെ റസൂലുള്ളാഹിനെ കുറിച്ചാണെന്ന് പറഞ്ഞു, കുറേ ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹിനെ കുറിച്ചാണെന്ന്. ശരിക്കും ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് മുത്തുനബിയോടുള്ള സ്നേഹമാണ്. ഇമാം നവവി തങ്ങളൊക്കെ പറയുന്നുണ്ട്, ആദ്യം റസൂലുള്ളാഹിനെക്കുറിച്ച് പഠിപ്പിക്കണം. റസൂലുള്ളാഹിനെക്കുറിച്ച് പഠിക്കുന്നൊരു കുട്ടി അള്ളാഹുവിലേക്ക് എത്തും. അവൻ അള്ളാഹിനെ തിരിച്ചറിയും. ആദ്യം അള്ളാഹിനെ പറഞ്ഞു കൊടുത്താൽ അവന് കൃത്യം റൂട്ടില്ലാതെ പോകും. അപ്പോൾ ആദ്യം പഠിപ്പിക്കേണ്ടത് മുത്തുനബിയെക്കുറിച്ചാണ്. നമ്മൾ ജനിക്കുന്ന കുഞ്ഞിന് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ്. എന്നിട്ട് ആ വഴിയാണ് മോനെ അള്ളാഹുവിലേക്കുള്ള വഴിയെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അള്ളാഹു ഉത്തരം ചെയ്തവർക്കൊക്കെ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഇന്നത്തെ ചോദ്യം, റജബ് മാസം ഇല്ലേ? റജബ് മാസത്തിൽ വലിയൊരു മഹാൻ്റെ ആണ്ട് നേർച്ച നടക്കുന്ന സമയമാണ്. അതാഉർ റസൂൽ എന്നാണ് ആ മഹാൻ അറിയപ്പെടുന്നത്. ആ മഹാൻ ആരാണ്? അതാഉർ റസൂൽ എന്നറിയപ്പെടുന്ന ആ മഹാൻ ആരാണ്? എല്ലാവരും കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. സങ്കടങ്ങളേറെയുണ്ടല്ലോ, സങ്കടങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. റജബ്
പടച്ചോനെ അനുകൂലമാക്കണേ അല്ല. റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ല. റജബ് ആദ്യ രാവ് ഈ രാവാണെങ്കിൽ അതിൻ്റെ പുണ്യം പരിപൂർണമായി ലഭിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല. രാത്രിയിൽ മജ്ലിസിൽ ഒരുമിക്കാൻ തൗഫീക്ക് നൽകണേ അല്ല. നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലാൻ, നിൻ്റെ പ്രണയം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ തൗഫീക്ക് നൽകണേ അല്ല. അസുഖബാധിതർ ധാരാളമുണ്ട്, പരിപൂർണ്ണ ശിഫ നൽകണേ അല്ല. പടച്ചോനെ നിൻ്റെ മാർഗത്തിൽ മഹബത്ത് വെക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ല. പടച്ചോനെ ദീൻ തുറന്നു പറയാനുള്ള തൗഫീക്ക് നൽകണേ അല്ല. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്. പലരും കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ മുറാദും ഹാസുലാക്കണയല്ല. മക്കളെ നന്നാക്കണയല്ല. പരീക്ഷണങ്ങളിൽ ഉന്നത വിജയം നൽകണയല്ല. സ്വാലിഹീങ്ങളാക്കണയല്ല. കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല. യാ റബ്ബനാ യാ റബ്ബന. കടക്കണിയിൽ പെട്ടവരുണ്ട്, മോചനം നൽകണയല്ല. കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണയല്ല. കച്ചവടങ്ങളിൽ ഖൈർ നൽകണയല്ല. മറ്റൊരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു ഗതികേട് നൽകല്ലേ അല്ല. യാ റബ്ബന. വീട് നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണയല്ല. സ്ഥലക്കച്ചവടം തടസ്സത്തിൽപ്പെട്ടു പോയവരുണ്ട്, നീ എളുപ്പമാക്കണയല്ല. പടച്ചോനെ തിരിച്ചു കിട്ടാനുള്ള പണം ഒരുപാട് നാൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞവരുണ്ട്, നീ അതും നല്ല മനസ്സു കൊടുത്ത് അവരെയെല്ലാം അവരിലേക്ക് നീ അടുപ്പിച്ചു കൊടുക്കണയല്ല. കരുണക്കടലായ തമ്പുരാനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. പടച്ചോനെ കബറിടം വെളിച്ചമാക്കണയല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളടക്കം ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിൽ നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പൂ ആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.